ഞാൻ എന്ത് ഈ ബോർഡിൽ എഴുതുന്നു അതിന്റെ കൂടെ നിങ്ങൾ അഡിക്ഷൻ എന്ന് പറയണം. സോഷ്യൽ മീഡിയ അഡിക്ഷൻ, പോൺ അഡിക്ഷൻ, ഹൈപ്പർ എഡിറ്റഡ് വീഡിയോസ് അഡിക്ഷൻ, ഗെയിം addiction, watching worst live on YouTube addiction, watching negative news addiction, alcohol, smoking too much അഡിക്ഷൻ. സോ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഒരു ഹ്യൂമൻ ബീയിങ് ഉള്ള അഡിക്ഷൻ. സോ ഇതിനകത്ത് വേണമെങ്കിൽ എനിക്ക് ഡ്രഗ് ആഡ് ചെയ്യാം, ഇതിനകത്ത് വേണമെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോൺ കാണുന്ന രീതിയിൽ ആഡ് ചെയ്യാം, കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം. ബട്ട് മെയിൻലി വരുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. നമ്മുടെ ടൈം നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇത്. ഈവൻ ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വിട്ട് തന്നെ പോയിട്ടുണ്ടായിരിക്കും. സോ അത്രമാത്രം അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ലൈഫിൽ ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട്, ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് കൊണ്ട്, സോഷ്യൽ മീഡിയ, ഫോൺ, അതുപോലെ തന്നെ ഹൈപ്പർ എഡിറ്റഡ് വീഡിയോസ്, ഗെയിം കുറെ കാണുന്നു, അതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള ലൈവ് കാണുന്നു, നെഗറ്റീവ് ഫക്കിംഗ് ന്യൂസ് ഇരുന്ന് കാണുന്നു. സോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മോഡേൺ ഡേ ഇത്രമാത്രം അഡിക്ഷൻസ് നമ്മൾക്ക് ഉണ്ടാകുന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറ്റുന്നത്, നമ്മുടെ ലൈഫിന് എന്താണ് പറ്റുന്നത്, എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും നമ്മൾ ഈ അഡിക്ഷനിൽ ഉള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോകുന്നത്? ഇതെല്ലാം എന്ന് പറഞ്ഞാൽ IG, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഇതെല്ലാം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. സോ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും നിങ്ങൾക്കറിയാമോ? എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അഡിക്ഷന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഒരു ഹോർമോൺ ഡോപ്പമിൻ ആണ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. സോ ഡോപ്പമിൻ ആണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അഡിക്ഷൻ വർക്ക് കാണുമ്പോൾ, ചെയ്യുമ്പോൾ, അത് കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഡോപ്പമിൻ ആണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഡോപ്പമിൻ കിട്ടുമ്പോൾ പിന്നെന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? കൺഗ്രാറ്റുലേഷൻ, യു വേസ്റ്റഡ് യുവർ ടൈം. നിങ്ങൾ എന്തൊരു കാര്യമാണ് പണയം വെക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഹൈപ്പർ എഡിറ്റഡ് വീഡിയോസും, ഹൈപ്പർ എഡിറ്റഡ് ലൈവും, അതുപോലെ തന്നെ ന്യൂസും, ഗെയിമും, ഫോണും, ഇൻസ്റ്റയിൽ 2-3 മണിക്കൂറും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അവിടെ നഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ? ടൈം. ലോകത്തെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു സാധനമാണ് ടൈം. ഒന്നുമല്ല, ടൈം. സോ അതാണ് നിങ്ങൾ പണയം വെക്കുന്നത്. സോ ഇങ്ങനൊരു കാര്യം സംഭവിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഡോപ്പമിൻ, അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കി കളയുമ്പോൾ നിങ്ങൾ എവിടെ ചെന്ന് എത്തുന്നതെന്ന് അറിയാമോ? യു ആർ getting more depressed. You are getting more depressed. എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്, സോ ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഫോണിൽ ഈ ടൈം വേസ്റ്റ് ആക്കി കളയുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കി കളയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഗെയിം കളിച്ച് നിങ്ങളുടെ ടൈം കളയുന്നത്? സോ അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ അഡിക്ഷനിൽ നിങ്ങൾ പെട്ടു. നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഡോപ്പമിൻ നമുക്ക് റിലീസ് ആവും, പിന്നെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യും. നമ്മൾ ഈ ടൈം വേസ്റ്റ് ചെയ്ത വിഷമം കൊണ്ട് നമ്മൾ പിന്നെയും എന്തായിട്ട് വരും? ഡിപ്രസ്ഡ് ആയിട്ട് വരും. അത് മാത്രമല്ല, കാരണം കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായി പോകും? നമ്മൾ ഡിപ്രസ്ഡ് ആവും. അതാണ് സംഭവിക്കുന്നത്. സോ അത് മനസ്സിലാക്കാതെ സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡിപ്രസ്ഡ് ആവും. സോ ഈ ഒരു സർക്കിൾ ആണ് നമ്മുടെ ലൈഫിൽ പറ്റുന്നത് ബ്രോ. സോ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അഡിക്ഷൻസ് മാറ്റണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്
ഈ ഒരു സർക്കിളും ഈ ഒരു കാര്യങ്ങളുമാണ്. സോ ഈ ഒരു സർക്കിളിനകത്തുള്ള കാര്യങ്ങളും ഈ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നിങ്ങൾക്ക് എങ്ങും ആരും പറഞ്ഞു തരാൻ പോകുന്നില്ല. കാരണം അവർക്കറിയത്തില്ല. അവർക്കറിയാത്തത്, ഞാൻ തമാശ പറയുന്നില്ല, അവർക്കറിയാത്തത് കൊണ്ടാണ് ബ്രോ. നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മൾ 20% ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നുള്ളൂ. ഓക്കെ, സോ ബാക്കിയുള്ളവരുടെ അവസ്ഥയോ? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അവസ്ഥയോ? നിങ്ങളുടെ കൂട്ടുകാരുടെ അവസ്ഥയോ? ഈവൻ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരുടെ അവസ്ഥയോ? ഇമാജിൻ. സോ എനിക്ക് വേണ്ടത്, നിങ്ങൾക്ക് അഡിക്ഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ഞാൻ ഇവിടെ കിടന്നിട്ട് അത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് തലയും കുത്തി നിൽക്കൂ, അങ്ങനെ ഉള്ള എല്ലാ കോമൺ യൂട്യൂബറിനെയും കൂട്ട് പറഞ്ഞാൽ ഒരു ബെനിഫിറ്റും ഈവൻ എനിക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഈ സെറ്റ് ഗ്രൂപ്പിനും കിട്ടാൻ പോകുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ആ ഗ്രാറ്റിഫിക്കേഷനിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾക്ക് കിട്ടുന്നത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ സ്പീക്കിംഗ് ആണ്. ഡോപ്പമിൻ ഇങ്ങനെ ഫോണിങ്ങനെ ഡോപ്പമിൻ ആണ് നിങ്ങൾ കിട്ടുന്നത്. വാച്ച് ചെയ്യുമ്പോൾ, ഫോൺ കാണുമ്പോൾ ഡോപ്പമിൻ ആണ് കിട്ടുന്നത്. നിങ്ങളിപ്പോ നെറ്റ് ഇവൻ എന്താ പറയുന്നത്, നെഗറ്റീവ് ന്യൂസ് കണ്ടായിരുന്നോ ഡോപ്പമിൻ? ബ്രോ, യു ഡോണ്ട് നോ. നിങ്ങൾക്ക് അറിയത്തില്ല എത്രമാത്രം ഷിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂസിൽ പറയുന്നതെന്ന്. സോ നിങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങളുടെ കണ്ണിൽ ഒരു മറ്റേ ഈ സർക്കസിലൊക്കെ പോകുമ്പോൾ ഇത് കെട്ടിയിട്ട് കത്തി അറിയത്തില്ലേ, അതുപോലാണ് നിങ്ങൾ ആ സാമാനമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോകാൻ പോകുന്നത്, നിങ്ങൾ ഇരിക്കുന്ന സിറ്റുവേഷൻ. സോ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. സോ നിങ്ങൾക്ക് ഡോപ്പമിൻ ആണ് അവിടെ കിട്ടുന്നത്. ഈവൻ നിങ്ങൾ നെഗറ്റീവ് ന്യൂസ് കാണുവാണെങ്കിലും അഡ്രിനാൽ രക്ഷ നമുക്ക് ആങ്സൈറ്റിയും വന്നിട്ട് ആ ക്യൂരിയോസിറ്റിയും ഉണ്ടാക്കി നമുക്ക് ഡോപ്പമിൻ ആണ് റിലീസ് ആവുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? സോ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് സ്റ്റേജിലോട്ടാണ് വരുന്നത്? വേസ്റ്റിംഗ് യുവർ ടൈം. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. ഡിപ്രഷൻ, സാഡ്, നിങ്ങളുടെ ലൈഫ് കൊണ്ട് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല, ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ പോകുന്നത്. ഈ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. സോ നമ്മൾ എല്ലാവരും ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേഷനാണ്. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എന്തുകൊണ്ട് ഇത് രണ്ടും മുട്ടിപ്പിക്കുന്നില്ല ഇപ്പോൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ അല്ല ഞാനത് മുട്ടിപ്പിക്കായിട്ടിരിക്കുന്നത്. കാരണം ബ്രോ, നിങ്ങൾ ഇങ്ങനൊരു സർക്കിളിലാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടായിട്ടും, ഫോൺ അഡിക്ഷൻ ഉണ്ടായിട്ടും, ഗെയിം അഡിക്ഷൻ ഉണ്ടായിട്ടും, ഏതൊരു അഡിക്ഷൻ നിങ്ങൾക്കോ എനിക്കോ ഉണ്ടെങ്കിലും നമ്മളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്തൂടാണ്. സോ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നേരെ നമ്മൾ ഡിപ്രസ്ഡ് ആണ്, നമ്മൾ സാഡ് ആണ്, വിഷമമാണ്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോഡി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ മേടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർ മേടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല, നമുക്ക് വീട്ടുകാരെ റിട്ടയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മെന്റൽ ഇഷ്യൂലും മെന്റൽ സ്ട്രെസ്സിലും ആണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിലും നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന ഒരു കാര്യം. ദിസ് ഇസ് ദ വേഴ്സ്റ്റ് തിങ് ടു ഡു. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഇതിൽ കൂടുതൽ പന്നൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞു ഡോപ്പമിൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. സോ ഈ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ചെയ്യുന്ന ആൾ എന്തോന്നറിയോ? നേരെ പിന്നെയും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് തന്നെ പോകും. പിന്നെയും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഈ സാഡ്നെസ്, ഡിപ്രഷൻ, ലോൺലി, ഈ ഫീലിൽ നിന്നും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് നിങ്ങൾ പോകും. ജസ്റ്റ് ഇമാജിൻ ചെയ്തു, ജസ്റ്റ് സൂം ഔട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്ന കള്ളമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റിനെ ചോദിക്കുന്നുള്ളൂ. ഇമാജിൻ ഒരു കള്ളുകുടിയനായിട്ടുള്ള ഒരാളെ ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഫുൾ കള്ളു കുടിക്കുന്ന ഒരാളല്ല, അവൻ കല്യാണം കഴിച്ച് പ്രശ്നങ്ങളായി, വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് അങ്ങനെ കുടിക്കുന്നു. സോ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. സോ ജസ്റ്റ് അവരെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തിട്ട് അവരെല്ലാരും പറയുന്ന ഒരു സെയിം റീസൺ ആണ്, ബ്രോ എനിക്ക് ഫാമിലി ഭയങ്കര പ്രശ്നമാണ്, ബ്രോ അവള് ഭയങ്കര പ്രശ്നമാണ്, വീട്ടിലൊരു സമാധാനം തരുന്നില്ല ബ്രോ, അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത് എന്നെല്ലാരും പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ എ വീക്ക് മെൻ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നില്ല, നിങ്ങളുടെ കയ്യിൽ മാത്രം കുഴപ്പം, നിങ്ങളുടെ ഭാര്യ റൈറ്റ് ആണ്, 100% ഷുവർ ആണ്, അങ്ങനെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഫാമിലി കൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ചെയ്യുന്ന ആക്ഷൻ എന്താണ്? നിങ്ങൾ പോയി ആ പ്രശ്നത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പ്രശ്നത്തിൽ നിന്നും, വീട്ടിലെ ഫാമിലി പ്രശ്നം അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൽ നിന്നും നിങ്ങൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന എന്താ അറിയോ?
ബാറിൽ പോയി കുടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്നും അപ്പോഴത്തേക്ക് മാത്രം ഇൻസ്റ്റന്റ് ഫക്കിംഗ് ഗ്രാറ്റിഫിക്കേഷൻ, അപ്പോഴത്തേക്ക് വേണ്ടി മാത്രം നിങ്ങൾ എസ്കേപ്പ് ചെയ്യും. എസ്കേപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബോധമൊന്നുമില്ല, ഒരു കാര്യങ്ങളില്ല, സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാം. സോ അപ്പോൾ നിങ്ങൾ ചെയ്ത എന്താണ്? ഞാൻ പറയുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്ക് ബ്രോ. നിങ്ങൾ ഏത് അഡിഷനിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഏത് അഡിഷനിലാണെങ്കിലും ഇമാജിൻ ദിസ് ബ്രോ. നിങ്ങൾ ഈ ഡിപ്രസ്ഡ് സാഡ് ഫേസ് ആയിട്ടാണ് ആ കുടിയൻ നിന്നത്. ഓക്കെ, ആ കള്ളു കുടിക്കുന്ന ആൾ, ആ വ്യക്തി നിന്നത്. സോ അവിടുന്ന് പിന്നെയും അയാൾ അത് മറക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നിട്ട് ഈ ഡോപ്പമിൻ കിട്ടാൻ വേണ്ടി, കാരണം ഇയാൾക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. സോ അയാൾക്ക് പിന്നെയും ഡോപ്പമിൻ വേണം, ആ സിറ്റുവേഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യണം. സോ അതുകൊണ്ട് അയാൾ ചെയ്തത് എന്താണ്? പിന്നെയും പോയി ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കയറി. സോ നിങ്ങൾ അങ്ങനെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിൽ കയറിയാൽ എന്താണ് സംഭവിക്കുന്നത്? പിന്നെയും നിങ്ങൾക്ക് ഡോപ്പമിൻ വേണം, പിന്നെയും നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ആവും, പിന്നെയും നിങ്ങൾ ഡിപ്രസ്ഡ് ആവും. സോ ദിസ് ഈസ് എ ഫക്കിംഗ് റാറ്റ് ഹോൾ. നിങ്ങളൊരു റാറ്റ് ഹോളിൽ ട്രാപ്ഡ് ആണ്. ഇതാണ് സംഭവിക്കുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ് ബ്രോ. ഇതാണ് സംഭവിക്കുന്നത്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്കിവിടെ ഈ ഫാമിലി പ്രോബ്ലം ആയാലും, നിങ്ങൾക്ക് ഇപ്പം ഫോൺ അഡിക്ഷൻ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഗെയിം അഡിക്ഷൻ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഹൈപ്പർ അഡിക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഒരു സമയത്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്ത് സമാധാനത്തോടെ വീട്ടിലത്തെ ഹെൽത്തി ഫുഡ് കഴിച്ച് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡെല്ലാം ഒഴിവാക്കി, ഷുഗറി ഫുഡെല്ലാം ഒഴിവാക്കി നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാത്ത കാരണം ഈ സാഡ് സിറ്റുവേഷനിൽ നിന്നും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ പിന്നെയും ഈ റാറ്റ് ഹോളിൽ നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബ്രോ, ഇതൊന്നും 99% ഓഫ് ആൾക്കാർ അറിയുന്ന പോലുമില്ല. ഇമാജിൻ ദിസ് ബ്രോ, 99% ഓഫ് ആൾക്കാരും അറിയുന്ന പോലുമില്ല. തിങ്ക് അബൌട്ട് ഇറ്റ്. സോ ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നെങ്കിലും ബ്രോ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഈവൻ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഫാമിലി പ്രോബ്ലം തന്നെ എടുത്താലും, ആ ഫാമിലി പ്രോബ്ലം എങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നിങ്ങൾ എന്തൊക്കെ സ്കില്ലാണ് അക്യൂർ ചെയ്യേണ്ടത്, എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. സോ അത് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ. നിങ്ങൾ ആസ് എ മാൻ നിങ്ങളുടെ ഫാമിലി പ്രോബ്ലം സോൾവ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്, അത് നിങ്ങൾക്ക് കൺട്രോൾ ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ അച്ഛനും അമ്മയും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ആസ് എ മോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങളൊരു ഫാമിലി മാൻ ആണ്, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആണ് പറയുന്നത്. ആ ഫാമിലി മാൻ ആണ്, ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കിൽ അക്വയർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും, എന്താണ് റിയൽ പ്രോബ്ലം, അത് സോൾവ് ചെയ്യാനും പകരം നിങ്ങൾ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ബാറിൽ പോയി വെള്ളം അടിച്ചാൽ you will be in this rat circle for years. വർഷങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് ആയി പോകും. അതിനേക്കാൾ നല്ലത് ഡിവോഴ്സ് ആവുന്നതാണ്. ദാറ്റ് ഇസ് എ ഹാർഡ് റിയാലിറ്റി. സോ ഏതൊരു അഡിഷനിലാണെങ്കിലും ബ്രോ, നിങ്ങൾ ഏതൊരു അഡിഷനിലാണെങ്കിലും ഇത് വർക്കാവും, ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. സോ ബ്രോ, ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ വേറെ എന്ത് കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു അഡിഷൻ ഉണ്ടെങ്കിൽ വേറെ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല. മനസ്സിലായില്ലേ? സോ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഈ വീഡിയോ കാണാൻ വേണ്ടി ഇരുന്നിട്ട് അതിനുള്ള ADHD പ്രോബ്ലം ഉള്ളവർക്ക് ഉള്ള മൊത്തം ആൾക്കാരും കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരിക്കും. ഈവൻ ഇതിപ്പോ 19-15 മിനിറ്റ് പോലും ആയി കാണും. അത്രയും നേരം പോലും ഇരിക്കാൻ പറ്റാത്തവരുണ്ട്. അവരെന്താണ് ചെയ്തത്? ഇമാജിൻ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം. ഇത് ഓറിയോൺസ് ഡയഗ്രാം എന്ന് വല്ല മറ്റേ അടിക്കും. സോ ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാം, എവിടെ വേണമെങ്കിലും. ഇപ്പൊ ഈ വന്ന് ഇരുന്നവര് അവരുടെ പെയിൻ എന്താണെന്നറിയോ? ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഇങ്ങനെയുള്ള അഡിഷൻസ് ഉള്ള പ്രോബ്ലം നടത്തണം. സോ അത് നടക്കണോ, അത് നിർത്തണം, നടക്കണമല്ല, സോ അത് നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. ഈ സാഡ്നെസ്, ഈ വിഷമം അവർക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ അതിനുള്ള വാല്യൂ ഞാൻ കൊടുക്കുന്നുണ്ട്. ബട്ട് അവർക്ക് ADHD പ്രോബ്ലം ഉണ്ടായത് കൊണ്ടും അവർക്ക് ഈ വീഡിയോ ഹൈപ്പർ എഡിറ്റഡ് അല്ലാത്തതുകൊണ്ട് എഡ്യൂക്കേഷണൽ പർപ്പസിലാണെന്നും അറ്റൻഷനിലൂടെ എന്റെ മുഖം കണ്ടിരിക്കാൻ, ഈ സുന്ദരമായ മുഖം കണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടും അവരെന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്തിട്ട് ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി പോകും. പിന്നെ അവന്മാരെവിടെ ചെന്ന് ചെയ്തേ? അപ്പൊ അവന്മാർക്ക് എന്ത് കിട്ടും? ഡോപ്പമിൻ കിട്ടും. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഡോപ്പമിൻ കിട്ടും. പിന്നെ പക്ഷെ അതിനകത്തൊരു വാല്യൂം കാണത്തില്ല. ജസ്റ്റ് ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോയും വല്ലവനും വ്യൂ കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ ഉണ്ടാകത്തുള്ളൂ.
അപ്പോൾ പിന്നെയും അവരുടെ ടൈം വേസ്റ്റ് ആവും. പിന്നെ അവിടെ എവിടെ ചെന്നെത്തും? സാഡ് ഡിപ്രസ്ഡിലേക്ക് എത്തും. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. സോ ബ്രോ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് അഡിക്ഷൻ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഐ എം ഗ്യാരണ്ടിങ് യു. ഇത് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഒരു അഡിക്ഷനും, ഏത് ടൈപ്പുള്ള നിങ്ങൾക്ക് അഡിക്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റത്തില്ല. ദർ ഇസ് നോ വേ. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഒരു അഡിക്ഷനും നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ഇമാജിൻ ദിസ് ബ്രോ, ഞാൻ ഇങ്ങനെ ഒരു വാതിൽ തുറന്ന് ഞാൻ ഇറങ്ങി വണ്ടിയുടെ അടുത്തോട്ട് വന്നു. വണ്ടിയിൽ കയറി, ആക്റ്റീവയിൽ കയറി, ഹെൽമെറ്റ് വെച്ചു, താക്കോലിട്ടു, വണ്ടി ഓണാക്കി, ഞാൻ നേരെ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നു, വണ്ടി ഓണാക്കി, ഇങ്ങനെ ആക്സിലറേറ്റർ കൊടുക്കുന്നു, വണ്ടി മൂവ് ആയി തുടങ്ങുന്നു. ഞാൻ നേരെ നോക്കുമ്പോൾ ഒരു കാര്യം ഞാൻ കാണുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യവും, ഞാൻ കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും എൻ്റെ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, അത് ഒരു ദിവസത്തേക്കെങ്കിലും ഞാൻ അത്ര മാക്സിമം പോകത്തുള്ളൂ, ഒരു ദിവസത്തേക്കെങ്കിലും അതിനെ നഷ്ടപ്പെട്ടിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഒരു കൊക്കക്കോള പരസ്യം ഐസ് ക്യൂബ്സ് ഇങ്ങനെ ഇടുന്നു, അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. സോ ഞാൻ അവിടെ ചെയ്ത എന്താന്ന് നിങ്ങൾക്ക് അറിയണം? ആ വിയേർഡായിട്ടുള്ള കാര്യം എന്താന്ന് നിങ്ങൾക്ക് അറിയണം? ഞാൻ അവിടെ ഇറങ്ങി, അവിടെ ചെന്നു, പേഴ്സ് എടുത്തു, പൈസ കൊടുത്തു, കൊക്കക്കോള മേടിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇതിനകത്ത് വല്ല കാര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ വീട്ടിൽ വന്നു, ആ പരസ്യത്തിൽ കണ്ട പോലെ തന്നെ ഐസ് ക്യൂബ്സ് എടുത്തു, ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇട്ടു, കൊക്കക്കോള ഇട്ടു. ഇതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പ്യുവർ പോയിസൺ. ഞാൻ കൊക്കക്കോള കുടിക്കുമ്പോഴും എനിക്കറിയാം ഈ കുടിക്കുന്ന സാധനം ആണ്, എന്നിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഇമാജിൻ ദാറ്റ് ബ്രോ. എനിക്കറിയാം ഇത് വേസ്റ്റ് ആണെന്ന് എനിക്കറിയാം, ഇത് കൊള്ളത്തില്ല എന്ന് എനിക്കറിയാം, ഷുഗർ ആണെന്ന് എനിക്കറിയാം. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് കുടിക്കുന്നത്. സോ നമുക്ക് ചില ഘട്ടങ്ങളിൽ, നമുക്ക് എത്രമാത്രം അഡിക്ഷൻ ഉണ്ടെങ്കിലും, നമ്മൾ എത്രമാത്രം അതിനെ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചാലും, നമുക്ക് ചില ഘട്ടങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൊടിക്ക് കൺട്രോൾ പോകും. സോ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫുൾ ഏറ്റെടുത്തിരിക്കണം. സോ ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ, ഞാൻ ഈ പൊട്ടത്തരം ഏറ്റവും വൃത്തികേടല്ല, ബട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഞാൻ അയ്യടാന്നായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. സോ ഞാൻ ഈ പറയുന്ന കാര്യം വെച്ചിട്ട് നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വരും. കൊക്കക്കോളയുടെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഷുഗറിന്റെ ഐറ്റംസിന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഫോൺ വാച്ചുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന കാര്യമായിരിക്കും. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ അത് മനസ്സിലാക്കി അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഇങ്ങനെ ഏറ്റെടുത്തതിന്റെ കൂട്ട് കൊക്കക്കോള കുടിക്കുമ്പോൾ വിഷമാണെന്ന് അറിഞ്ഞിട്ട് അത് കുടിക്കുക. സോ അതുപോലൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ടേക്ക് ചെയ്തിരിക്കണം. കാരണം അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാൾക്കാരുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന രണ്ടാൾക്കാർ. സോ ഇയാൾ ചെയ്യുന്ന കാര്യങ്ങളിലാണ് നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചത്. സോഷ്യൽ മീഡിയ കാണുന്നു, നെഗറ്റീവ് ന്യൂസ് ഇങ്ങനെ കാണുന്നു, ഫോൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നു, ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇങ്ങനെ ഇരുന്ന് കാണുന്നു. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് റാറ്റ്. ബട്ട് ഈഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ എണ്ണിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, ഡിസിപ്ലിൻഡ് ആണ്. ഇതുപോലുള്ള ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള ഫോണോ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവന്റെ ടൈം അവൻ വേസ്റ്റ് ആക്കുന്നില്ല. സോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇതിൽ രണ്ടു പേരിൽ, ഈ രണ്ട് ആൾക്കാരിൽ ആരാണ് അഡിക്ഷൻ ഏറ്റവും കൂടുതൽ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ? ഒരു അഡിക്ഷൻ ഈ രണ്ടു പേർക്കും ഉണ്ടെങ്കിൽ ആർക്കായിരിക്കും ഏറ്റവും സ്പീഡിൽ, ഏറ്റവും ഫാസ്റ്റിൽ, ഏറ്റവും ക്ലിക്ക് ബൈ ക്ലിക്ക്? ഞാൻ ഇതാണ് പറയുന്നത്, നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ടോ, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ സുപ്രീം ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും സുപ്രീം, ഏറ്റവും ടോപ്പ്, ജസ്റ്റ് ബൈ ക്ലിക്ക് നിങ്ങൾക്ക് ആ അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക എന്നതാണ്. ഇപ്പൊ എല്ലാവരും നെറ്റി വിളിക്കുക, എങ്ങനെ എന്ത് പറയുന്ന പൊട്ടനാണ് ഇവൻ. കൂൾ ഡൗൺ എന്ന് വെച്ചാൽ ബ്രോ, നമ്മുടെ ഇമോഷണലിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഇതൊന്നും റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം ഒരു ഫേക്ക്നെസ് ആണ്. ഇതെല്ലാം ഒരു ലൈറ്റിന്റെ
ഒരു കോൺഷ്യസ്നെസ്സിൽ മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ കാണുന്നതും ഒക്കെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും സുപ്രീം ഹൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡിക്ഷൻ മാറ്റാനുള്ള ഏറ്റവും സുപ്രീം ഹൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബൈ എ ക്ലിക്ക് നിങ്ങൾക്ക് നിർത്താൻ പറ്റണം. എന്തുവാ ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോ പാപ്പിംഗ്. ഓക്കെ, സോ ഞാൻ ഇപ്പൊ ഒരു പാപ്പിംഗ് ഏരിയയിലാണ്. ഞാനിപ്പോ ഒരു ചലഞ്ച് എടുത്തിരിക്കുകയാണ്. ഓക്കെ, 21 days ജസ്റ്റ് ഫോർ ഫൺ, അല്ലാതെ വേറെ ഒന്നുമല്ല. 21 ദിവസം സ്ട്രൈക്ക്, 120 ദിവസം സ്ട്രൈക്ക്, അങ്ങനെയുള്ള ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റൽ രീതിയിൽ മാത്രം ഞാൻ പാപ്പിംഗ് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ജസ്റ്റ് ബൈ ക്ലിക്ക് അതെനിക്ക് നിർത്താൻ പറ്റും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും ദിവസം ഞാൻ പാപ്പ് ചെയ്തിട്ട് ഇന്ന് വിചാരിക്കും നാളെ മുതൽ പാപ്പ് ചെയ്യണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. കാരണം അത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതോ ഞാൻ ഭയങ്കര ഗോഡ്മാൻ ആണോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായി. നിങ്ങൾ ഇപ്പോഴായിരിക്കും എന്നെ കാണുന്നത്. ബട്ട് ഞാൻ ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടും കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടും കുറെ നാളായി. സോ ഞാൻ അപ്പം മുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പാപ്പിംഗ് സ്റ്റോപ്പ് ചെയ്യുക, നോ പാപ്പ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഇത്രയും നാളായതുകൊണ്ട് എനിക്കത് ജസ്റ്റ് ബൈ ക്ലിക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും നിങ്ങൾ അങ്ങനെ തിങ്ക് ചെയ്യേ പാടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ അഡിക്ഷൻ നിർത്താൻ പോകുമ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾ ഈ ഗോൾ ആവരുത്. എന്തുകൊണ്ട് ഈ ഗോൾ എന്ന് വെച്ചാൽ ഈ റാറ്റിന്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത്, ഇവൻ ഗോൾ സെറ്റ് ചെയ്യുന്നത് ഞാന് നാളെ മുതൽ എന്റെ എല്ലാ അഡിക്ഷനും നിർത്തും, ഞാൻ എല്ലാം അത് ചെയ്യും, ആൽക്കഹോൾ അഡിക്ഷൻ എല്ലാം നിർത്തും, എന്റെ ഫോണഡിക്ഷൻ എല്ലാം നിർത്തും, ഞാൻ നാളെ മുതൽ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് വലിയ ഹാബിറ്റ് ട്രാക്കർ ഒക്കെ ഉണ്ടാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് വെക്കും. ബട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. കാരണം ഈ മണ്ടൻ, ഈ റാറ്റായിട്ടുള്ള വിവരമില്ലാത്ത മണ്ടൻ തിങ്ക് ചെയ്യുന്നത് ഷോർട്ട് ടൈമിലാണ്. ഓക്കെ, ഷോർട്ട് ടൈമിലാണ് അവൻ തിങ്ക് ചെയ്യുന്നത്. അവൻ വിചാരിക്കുന്നത് ഒരു മാസം കൊണ്ട് എനിക്ക് ശരിയാക്കണം, എനിക്ക് നാളെ തന്നെ ശരിയാക്കണം, എനിക്ക് പിറ്റേ ദിവസം തന്നെ ശരിയാക്കണം, 16-ാം തീയതി എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കല്യാണം, എനിക്ക് അപ്പൊ തന്നെ ശരിയാക്കണം. ആ രീതിയിലാണ് തിങ്ക് ചെയ്യുന്നത്. സോ ഷോർട്ട് ടൈമിൽ തിങ്ക് ചെയ്താൽ വർക്കാവത്തില്ല. സോ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലായിരിക്കണം നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. സോ ലോങ് ടൈമിൽ നമ്മൾ തിങ്ക് ചെയ്തിരിക്കണം. സോ നമ്മൾ ഈ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്തിരിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിനൊരു അണ്ടർവെയർ അല്ല, അണ്ടർ ലെയറും കൂടെ ഉണ്ട്. എന്തോന്ന് വെച്ചാൽ നിങ്ങൾ ലോങ് ടൈമിൽ തിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, ഇപ്പൊ ആദ്യം നിങ്ങൾ ഒരു സ്റ്റെപ്പ് ആയിരിക്കും വെക്കുന്നത്, നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിരിക്കും വെക്കുന്നത്. ഏതൊരു അഡിഷനിലാണ് ബ്രോ നിങ്ങൾക്ക് നിർത്തുന്നതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിന്റെ കൂട്ട് നിങ്ങൾ ഈ റാറ്റ് മൈൻഡ് സെറ്റിൽ പോയി ഈ ഷോർട്ട് ഗോൾ നിങ്ങൾ അടിക്കുകയാണെങ്കിൽ യു കനോട്ട് അച്ചീവ് ഇറ്റ്. ഐ എം ടെല്ലിങ് യു ഗൈസ്, യു കനോട്ട് അച്ചീവ് ഇറ്റ്. സോ നിങ്ങൾക്ക് വേണ്ടത് ഈ ലോങ് ടൈം ആണ്, കഷ്ടപ്പാടാണ്, പെയിൻ ആണ്, ഡിസിപ്ലിൻ ആണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാനും നിങ്ങളുടെ മൈൻഡിനെ സ്ട്രിക്റ്റ് ചെയ്യാനും അതിനെ ഡിസിപ്ലിൻ ആക്കാനും ആ ഒരു ഏറ്റവും ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ രീതിയിൽ നിങ്ങൾ പോയാൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഫെയിൽ ആവും. രണ്ടാമത്തെ കാര്യം ഈ രീതിയിൽ നിങ്ങൾ പോയിട്ട് ഒന്നും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പോകുന്നില്ല. എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ നോപാപ്പിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇവൻ ഇത് പറ്റുന്നുണ്ടോ, അന്ന് എനിക്കും പറ്റണം, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, ഇനി ഈഗോ കളിച്ചിട്ട് പോയാൽ, ഞാൻ അങ്ങനെ പോയിട്ടുള്ളത് കൊണ്ടും ഇത് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇതിനകത്ത് മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദാറ്റ് ഇസ് എ റോങ് വേ ടു ഡു. അങ്ങനെയാണ് ഈ റാറ്റ് ചെയ്യുന്നത്. നമുക്ക് റാറ്റായാൽ മതിയോ? അല്ല, നമുക്ക് ഈഗിളാണ് ആവേണ്ടത്. സോ നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈമിലായിരിക്കണം. നിങ്ങളുടെ ഈഗോ കുറച്ച് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ വൺ സ്റ്റെപ്പ് അത് ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ വരും. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അഡിക്ഷൻ കയറി വന്നിട്ട് നിങ്ങൾ ചെയ്തു പോകും. നമ്മൾ നാളെ ഒന്നും മരിക്കാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. സോ ലോങ് ടൈമിൽ തിങ്ക് ചെയ്യുക. ഈ ഒരു മൈൻഡ് സെറ്റ്, ഈ രണ്ട് മൈൻഡ് സെറ്റിന്റെയും ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ബ്രോ. എനിക്കറിയാം നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ, എനിക്കറിയാം നിങ്ങൾ ഭയങ്കരമായി ഡോപ്പമിന്റെ റാറ്റ് ഹോളിൽ, ഞാൻ നേരത്തെ കാണിച്ച റാറ്റ് ഹോളിൽ നിങ്ങൾ കിടക്കുകയാണ്. സോ ഈ വൈറ്റ് ബോർഡിൽ ഞാൻ വരയ്ക്കുന്ന കാര്യങ്ങൾ യു നീഡ് ടു ടേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിന് എന്തെങ്കിലും ഒരു രീതിയിൽ ചെയ്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്ന രീതിയിൽ വെച്ചിരിക്കണം. എന്റെ കൈവശം മോശമായിരിക്കും, എന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തെറ്റായിരിക്കും. എനിവേ പറ്റുമെങ്കിൽ അത് ചെയ്യുക. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ ഞാൻ നേരത്തെ വരച്ച ആ സർക്കിളിൽ നിങ്ങൾക്ക് എവിടാണ് നിങ്ങളെന്ന് നോക്കാം. അതനുസരിച്ചുള്ള ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ ഈ രണ്ട് മൈൻഡ് സെറ്റ് നിങ്ങൾ അറിയാതെ നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇതൊരു ലോങ് ടോപ്പിക് ആണ്. ഏതോ ഒരു ബ്രദർ കുറെ വെട്ടം എന്നോട് ഈ കമന്റ് സെക്ഷനിൽ ചോദിച്ചതാണ് ഈ വീഡിയോ. ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യാൻ സത്യത്തിൽ പ്ലാൻ ചെയ്തതേ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ലെങ്തി ടോപ്പിക് ആണ്. ബട്ട് ഇതിനകത്തുനിന്നും നിങ്ങൾക്ക് എന്ത് വാല്യൂ അച്ചീവ് ചെയ്യാൻ പറ്റിയാലും ദാറ്റ്സ് എ ഗുഡ് തിങ്. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾ ഏത് വാല്യൂ എടുത്ത് അച്ചീവ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയാലും ദാറ്റ് ഇസ് എ ഗുഡ് തിങ്.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലായിരിക്കണം. നമുക്ക് ഒരിക്കലും ഇവന്റെ ലൈഫ് സ്റ്റൈൽ നമുക്ക് വേണ്ട. സാഡായി ഡിപ്രസ്ഡ് ആയി ആരും റെസ്പെക്ട് ചെയ്യാത്ത, ഒരു പൈസ പോലും ഇല്ലാത്ത, ഒരു നെറ്റ്വർക്ക് ഇല്ലാത്ത, ആരും എങ്ങും വിളിക്കാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ബാക്കിൽ കൂടെ ഫ്രണ്ട്സ് കുറ്റം പറയുന്ന ഫ്രണ്ട്സ് മാത്രമുള്ള, സിനിമയ്ക്ക് പോകുമ്പോൾ വിളിക്കുന്ന മാത്രം ഫ്രണ്ട്സ് ഉള്ള ഈ ഒരു മൈൻഡ് സെറ്റ് നോട്ട് ഗുഡ്. നമുക്ക് ഈ മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്, ലോങ് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. ഈ കാര്യങ്ങളിലൂടെ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ബ്രോ, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ ഒരു രീതിയിലും ഈ കാര്യം, ഈ ഞാൻ നേരത്തെ പറഞ്ഞതിലൂടെ നമ്മൾ നേരത്തെ ഒരു സർക്കിൾ വരച്ചപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെ ഞാൻ ഈ സൈഡിൽ വരച്ചിട്ടുണ്ടായിരുന്നു, ഡോപ്പമിൻ സീക്കർ. സോ ആ ഒരു സംഭവം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, ഡോപ്പമിൻ ബേസിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കാതെ, നിങ്ങൾ നിങ്ങളുടെ അഡിക്ഷന് വേണ്ടി വർക്ക് ചെയ്യുക, ഞാൻ അഡിക്ഷൻ നിർത്താൻ പോകുന്നു, നോളം മൂലം നിർത്തും, ഞാൻ അത് നടക്കത്തില്ല. ഐ എം ടെല്ലിങ് യു. സോ നടക്കത്തില്ല. എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പറയാം, ഈ വീഡിയോ തന്നെ എനിക്ക് ജസ്റ്റ് 10 മിനിറ്റ് ആക്കിയിട്ട് 5 കാര്യങ്ങൾ 6 കാര്യങ്ങൾ ചെയ്താൽ മതി, എങ്ങനെ വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് പറയാം. അതിനായിരിക്കും വ്യൂ കിട്ടുന്നത്. ബട്ട് നമ്മുടെ എയിം അതല്ല. ഇറ്റ്സ് ഗ്രൂപ്പ് അതിനു വേണ്ടിയുള്ള ഒരു ചാനൽ അല്ല. സോ എനിക്ക് നിങ്ങൾ വേണ്ടത് ലോങ് ടൈമിൽ തിങ്ക് ചെയ്യുന്ന, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മെൻ ആൻഡ് വുമണിനെയാണ്. നിങ്ങൾക്ക് അത് പറ്റുമെന്നുണ്ടെങ്കിൽ വെൽക്കം ടു സെറ്റ് ഗ്രൂപ്പ്. സോ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാട്ട് ഈസ് ഡോപ്പമിൻ? എന്താണ് ഡോപ്പമിൻ? എല്ലാരും ഇപ്പൊ കുറ്റം പറയുന്നു, ഡോപ്പമിന്റെ മണ്ടയിൽ എല്ലാരും കൊണ്ട് കയറുന്നു, ഈവൻ ഞാൻ പോലും. ബട്ട് അത്രമാത്രം പന്ന കാര്യങ്ങളൊന്നുമില്ല ഡോപ്പമിൻ. നിങ്ങൾക്ക് എന്താണ് ബേസിക്കലി പറ്റുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു? ഇപ്പോൾ ഈ റാറ്റിനെയും ഈഗിളിനെയും നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവരുടെ തലയിൽ നമ്മൾ കയറി നോക്കുകയാണെങ്കിൽ, ഇവന്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ, ഫോണ്, ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ, ഇതെല്ലാം കാരണം ഇവന്റെ ഡോപ്പമിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടാണ്. ഇവന്റെ ഡോപ്പമിന്റെ ബാർ, കള്ളു കുടിക്കുന്ന ബാറല്ല, ഈ ഇവന്റെ ഡോപ്പമിന്റെ, റാറ്റിന്റെ ഡോപ്പമിന്റെ ബാർ എന്ന് പറഞ്ഞാൽ ഇവിടാണ്. കാരണം എന്താ? അവന്റെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ 1, 2 ന്യൂസ് അഡിക്ഷൻ, അതുപോലെ തന്നെ ഫോൺ അഡിക്ഷൻ, അതുപോലെ തന്നെ ഗെയിം അഡിക്ഷൻ, ആൽക്കഹോൾ, ഷുഗർ. സോ ഇതെല്ലാം കാരണം ഡോപ്പമിൻ ഇത്രമാത്രം പീക്കിലാണ് ഇരിക്കുന്നത്. അവന്റെ ബ്രെയിനിന്റെ ഡോപ്പമിനാണ് ഇത് നിങ്ങൾ കാണുന്നത്. അവന്റെ ഡോപ്പമിൻ ഇങ്ങനെ ഇത്രമാത്രം പീക്കില്ല, അവന്റെ ബാർ ഭയങ്കര മണ്ടേല. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈഗിളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈഗിളിന്റെ ഡോപ്പമിൻ ബാർ വരുന്നത് എവിടാണ്? ഇവിടാണ്. അത് കൺസിസ്റ്റൻസി ആയിട്ട് പോകും. റാറ്റിന്റെ ഒരിക്കലും കൺസിസ്റ്റന്റ് അല്ല. ഇത് നോക്കൂ, ഇത്രയും വലിയൊരു റേസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പം ഇവിടെ ഇപ്പം വന്നിട്ട് ഇവിടെ നേരെ താഴോട്ട് വരാം, പിന്നെ മേപ്പോട്ട് പോവാം. സോ ആ രീതിയിലാണ് റാറ്റിന്റെ ഡോപ്പമിൻ മൂവ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ മനസ്സിലായിരിക്കണം. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഡോപ്പമിൻ പിന്നെയും വേണമെന്ന് ബോഡിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾ ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണുമ്പോൾ, ഇവിടെ നിങ്ങൾ ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള ഫോൺ കാണുമ്പോൾ, ഇവിടെ നിങ്ങൾ ഹൈപ്പർ എഡിറ്റഡ് ആയിട്ടുള്ള ഗെയിം കളിക്കുമ്പോൾ, ഇവിടെ നിങ്ങൾ ഒരുപാട് ഷുഗർ കഴിക്കുമ്പോൾ, നിങ്ങൾക്ക് എല്ലാം ഉണ്ടാകുന്നത് ഇത്രമാത്രം ഡോപ്പമിൻ പീക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഇത്രമാത്രം ഡോപ്പമിൻ പീക്കാണ് കിട്ടുന്നത്. സോ ആ ഡോപ്പമിൻ പീക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടത്തില്ല. ആ ഡോപ്പമിൻ പീക്ക് 1 മണിക്കൂർ 2 മണിക്കൂറത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സോ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഡോപ്പമിൻ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഡോപ്പമിന്റെ ബാർ ഭയങ്കര വലുതായിരിക്കും. ഡോപ്പമിൻ കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇവിടെ വരുമ്പോൾ നിങ്ങൾ സാഡ് ആയിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും. സോ ഇതാണ് റിയാലിറ്റി, ഇതാണ് ഹാർഡ് ട്രൂത്ത്. സോ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് സാഡായി ഡിപ്രസ്ഡ് ആയ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാം സർവൈവിങ് മെന്റാലിറ്റി ഉള്ളവരാണ്. ഇപ്പോഴത്തെ കംഫോർട്ട് സോണും എല്ലാം വെച്ചിട്ട് നമുക്ക് ഇവോൾവ് ചെയ്യണം. ഇവോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം, പിന്നെയും സോഷ്യൽ മീഡിയ, ന്യൂസ്, ഫോണ്, ആൽക്കഹോള്, ഷുഗർ, ആ അഡിഷനിലേക്ക് പോകും. മനസ്സിലായോ? ആ അഡിഷനിലേക്ക് പോകുമ്പോൾ പിന്നെയും ഡോപ്പമിൻ പീക്ക് ചെയ്യും. ദിസ് ഈസ് ദ റിയാലിറ്റി.
ഇതൊരു സർക്കിൾ ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയോ? ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡോപ്പമിന്റെ ബാർ ഇത്രമാത്രം ഹൈ ആണ്, ഇത്രമാത്രം മണ്ടയിലാണ് നമ്മുടെ ഡോപ്പമിന്റെ ബാർ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ സെറ്റായി വന്നത് എന്താണ്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് സെറ്റായി വന്നത്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്നും എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡോപ്പമിന്റെ ബാർ താത്തു കൊണ്ടുവരിക. ഡോപ്പമിന്റെ ബാർ ഈഗിളിന്റെ ബാറിന്റെ കൂട്ടാക്കിയിട്ട് ഈഗിളിനും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഈഗിളിനും വിഷമം ഉണ്ടാവും, ചിലപ്പോൾ ഈഗിളിനും താഴായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഈഗിളിനും പെയിൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവന്റെ റിക്കവറി സ്പീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇവനായിരിക്കും ഒരുപാട് ഹെൽത്തി ആയിട്ടിരിക്കുന്നത്, ഇവനായിരിക്കും ഏതൊരു അഡിക്ഷനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, കാരണം അവന് ഇമോഷണൽ കൺട്രോൾ ഉണ്ട്. മനസ്സിലായോ? ഇവനായിരിക്കും ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ്. സോ നിങ്ങൾ ഈ ഡോപ്പമിൻ ബാർ ഇത്രയും മണ്ടയിൽ വെച്ചിരുന്നാൽ നമുക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? സോ നമ്മൾ ഈഗിളിന്റെ കൂട്ട് നമ്മുടെ ഡോപ്പമിന്റെ ലെവൽ, നമ്മൾ ഡോപ്പമിൻ ബാർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അത് നമ്മൾ താത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് സിമ്പിളി ഞാൻ പറയുന്നു, ഗിവ് എ ബ്യൂട്ടിഫുൾ മെഡിറ്റേഷൻ എവറി ഡേ ആൻഡ് ബുക്ക് റീഡ് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഡോപ്പമിന്റെ ബാർ കുറയ്ക്കും. ഇപ്പൊ ചിലർ ചോദിക്കും, ഓ അന്ന് ശരി, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇൻസ്റ്റ കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ ഇൻസ്റ്റ, 1 മണിക്കൂർ ബുക്ക്. നോ 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 നോ, ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. നിങ്ങൾ ഡോപ്പമിൻ ബാർ നിങ്ങൾക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിർത്തണം എന്ന് പറഞ്ഞാൽ ഫുൾ ഇൻസ്റ്റ ഡിലീറ്റ് ആക്കണം, എല്ലാ ഗെയിമിംഗ് ഡിലീറ്റ് ആക്കി കളയണം, എല്ലാ അത് ഡിലീറ്റ് ആക്കണം, എല്ലാ ന്യൂസും ഡിലീറ്റ് ആക്കി കളയണം എന്നല്ല ഞാൻ പറയുന്നത്. അത് പൊട്ടത്തരമാണ്. ഞാൻ പറയുന്നത് ഇതാണെന്ന് മനസ്സിലാക്കി, ഇത് നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലങ്ങൾ മെന്റലിയും ഫിസിക്കലിയും നിങ്ങളുടെ ശരീരത്തിനും മൈൻഡിനും ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. അത് മനസ്സിലാക്കി അതിന്റെ അളവ് കുറയ്ക്കണം. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ തിങ്. മനസ്സിലായില്ലേ? സോ അങ്ങനെയാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. ആ വേ ഓഫ് പ്രോസസ്സിങ്ങിൽ മാത്രമേ, ആ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇപ്പൊ മനസ്സിലായല്ലോ, ബാർ താത്തോണ്ട് വരണം. കാരണം ഇവിടെ ഒരു പെയിൻ, ഒരു സാഡ്നെസ് റാറ്റിന് ഉണ്ടായാൽ റാറ്റിന് അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അത് റിക്കവർ ചെയ്തെടുക്കാൻ റാറ്റിന് പറ്റും. സോ ഇവിടെ ഒരു സാഡ്നെസ്, ഒരു വിഷമം ഈഗിളിന് വന്നാൽ ഈഗിളിന് അതിനകത്ത് നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. കാരണം എന്താണ്? ഈഗിൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുമ്പോഴോ, ഒരു ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുമ്പോഴോ, ഇതുപോലെ ഒരു വീഡിയോ എടുക്കുമ്പോഴോ എന്തെങ്കിലും ഒരു പെയിനോ ഒരു സഫറിങ്ങോ വന്നാൽ ഈഗിളിനറിയാം, ആ ഇമോഷനിൽ ഞാൻ ഈ കാര്യം നിർത്തിയാൽ ഈഗിളിന് ഗോൾസ് ഉണ്ട്, അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മളെല്ലാം ഈ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കാതെ we cannot do nothing. മനസ്സിലായില്ലേ? സോ ബ്രോ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഈ കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന എൻവയോൺമെന്റ് വലിയൊരു പങ്കുണ്ട്. നമുക്കുള്ള അഡിക്ഷൻ, നമുക്കിപ്പോൾ ഉള്ള പ്രോബ്ലംസിന്. അങ്ങനെ പറയുമ്പോൾ ഐ മീൻ, നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, ഏതൊരു സ്ഥലത്താണോ നിൽക്കുന്നത്, ഏതൊരു ആളുടെ കൂടാണോ നിങ്ങൾ നിൽക്കുന്നത്, അവർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നിങ്ങൾ നിൽക്കുന്ന എൻവയോൺമെന്റ് ബാഡായിട്ടുള്ള എൻവയോൺമെന്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പിന്നെയും ആ റാറ്റ് മോഡലിൽ നിങ്ങൾ പോകുകയും ആ ഒരു എൻവയോൺമെന്റിൽ, ആ റാറ്റ് എൻവയോൺമെന്റിൽ നിങ്ങൾ പെടുകയും ചെയ്യും. സോ എനിക്ക് നിങ്ങളിൽ വേണ്ടത് ഈ ഒരു കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പേപ്പറിലോ പേനയിലോ നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. ഇത് വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. എനിക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോഴുള്ള എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ബാഡ് ഹാബിറ്റ് ഉണ്ട്. വി നീഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. ഇതാണ് വേണ്ടത്. നമുക്ക് ഇപ്പോൾ ഉള്ള ബാഡ് ഹാബിറ്റ് നമ്മൾ നിർത്തണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട്, മൊത്തം എടുത്ത് കളയണം, മൊത്തം അതാക്കണം, മൊത്തം നശിപ്പിച്ച് കളയണം, ഞാൻ നാളെ മുതൽ ചെയ്യുവോ, എനിക്ക് അത് പറ്റും, ഞാൻ ഭയങ്കര ഈഗോസ്റ്റിക് ഉള്ള ഒരാൾ. ആ ക്രാപ്പ് അല്ല വേണ്ടത്. ആ ക്രാപ്പ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അത് ലോങ്
ലോങ് വേ ഓഫ് തിങ്കിങ് അല്ല. മനസ്സിലായല്ലേ? സോ നമ്മൾ ഈ ബാഡ് ഹാബിറ്റ് നിർത്തണം. സോ നിങ്ങൾക്ക് എന്തൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. അത് നിങ്ങളുടെ അച്ഛനോട് ചോദിക്കേണ്ട, അമ്മയോട് ചോദിക്കേണ്ട, കൂട്ടുകാരോട് ചോദിക്കേണ്ട, എന്നോട് ചോദിക്കേണ്ട. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ്, ഏറ്റവും വലിയ ബാഡ് ഹാബിറ്റ് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഡു അണ്ടർസ്റ്റാൻഡ്? സോ അത് മനസ്സിലാക്കിയിട്ട്, അതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ ആദ്യം ഒരു എൻവയോൺമെന്റിന്റെ കാര്യം പറഞ്ഞത് ചുമ്മാ പറഞ്ഞതല്ല. ആ എൻവയോൺമെന്റിൽ നിന്ന് നിങ്ങൾ മൂവ് ആവാൻ ശ്രമിക്കാതെ, ആ എൻവയോൺമെന്റിൽ നിങ്ങൾ ഡിസിപ്ലിൻഡ് ആവാതെ, ഈ ഇസഡ് ഗ്രൂപ്പിന്റെ ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഈ പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ചെയ്യാതെ നിങ്ങൾക്ക് ഈ ബാഡ് എൻവയോൺമെന്റിൽ നിന്നും റിക്കവർ ആവാൻ പറ്റത്തില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോ നിങ്ങൾക്കൊരു ചേഞ്ച് വേണം, നിങ്ങൾക്ക് ഈ അഡിക്ഷൻ മാറ്റണം. ഇതുപോലുള്ള അഡിക്ഷൻ ഒരു പ്രോബ്ലം ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് നിങ്ങൾ സഫർ ചെയ്യുന്നു, നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ബ്രോ, നിങ്ങളുടെ എൻവയോൺമെന്റ് ഭയങ്കരമായിട്ട് റോൾ വഹിക്കുന്നുണ്ട്. മനസ്സിലായല്ലേ? സോ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, ഭയങ്കരമായിട്ട് റോൾ വഹിക്കുന്നുണ്ട്. സോ അത് മനസ്സിലാക്കാതെ, ഇത് മനസ്സിലാക്കാതെ നമ്മൾ പുതിയ ഹാബിറ്റിലേക്ക് അങ്ങ് ചെയ്യുക, ഇത് മൊത്തം നിർത്തി എന്ന് പറഞ്ഞ് ചെയ്താൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മെയിൻ ഗോൾ എന്താണ്? നമ്മുടെ ഇസഡ് ഗ്രൂപ്പിന്റെ, നമ്മുടെ ഈ പുതിയ ഓപ്പർച്യൂണിറ്റിയുടെയും ഈ സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെയും മെയിൻ ഗോൾ എന്താണ്? റാറ്റിൽ നിന്നും ഈഗിളിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. സോ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഡ് ഹാബിറ്റ് നിർത്തണം. സോ ബാഡ് ഹാബിറ്റ് നിർത്തണമെന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞതിന്റെ കൂട്ട് നിങ്ങൾ പുള്ളി അതിനെ ചെയ്യണം, പുള്ളി നിർത്തണം, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനല്ല. ഞാൻ പറഞ്ഞത് ന്യൂ ഹാബിറ്റ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ, ഇമാജിൻ ദിസ് ബ്രോ, 24 hours ആണ് ഒരു ഡേയിൽ നമുക്കുള്ളത്, റൈറ്റ്? സോ അതിനകത്ത് നിങ്ങൾ ബാഡ് ഹാബിറ്റ് ചെയ്യാൻ വേണ്ടി വേസ്റ്റ് ആക്കി കളയുന്ന സമയം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ കാര്യങ്ങൾ നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ ഗുഡ് ഹാബിറ്റ് ആൻഡ് ന്യൂ ഹാബിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയാൽ എന്തായാലും 24 മണിക്കൂറേ ഉള്ളൂ. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല, ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? ഇത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഇത് എളുപ്പം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം ഇത് ഭയങ്കര എളുപ്പമോ ബ്രോ, ചെയ്യ്. നോ. ഇത് പാടാണ്, ഇത് ഡിസിപ്ലിൻ നിങ്ങൾക്ക് വേണം, ഇത് ഹാർഡ് വർക്ക് വേണം. നിങ്ങൾ ഫെയിൽ ആവും, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാ ഈ കാര്യങ്ങളും ഉണ്ടാവും. ബട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, ഞാൻ പറഞ്ഞ ഈ ട്രാൻസ്ഫോർമേഷൻ, റാറ്റ് ടു ഈഗിൾ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാം. ഈ ഫെയിലിയേഴ്സും പെയിനും ഈ കഷ്ടപ്പാടും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യുന്നു. അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഗ്യാരണ്ടി ചെയ്യുന്നു. സോ ഈഗിൾ ട്രാൻസ്ഫോർമേഷൻ നമുക്കും വരും. സോ ന്യൂ ഹാബിറ്റ്സ്, എന്തൊക്കെയാണ് ന്യൂ ഹാബിറ്റ്സ് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത്? ഏതൊക്കെ ന്യൂ ഹാബിറ്റ്സ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ അഡിക്ഷനിൽ നിർത്താൻ വേണ്ടി? സോ മെയിൻലി യു നീഡ് ടു ഡു മെഡിറ്റേഷൻ. സോ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡോപ്പമിൻ ഡീറ്റോക്സ്. സോ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സെറ്റ് എ എയിം ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. സെറ്റ് എയിം ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം. ആ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു ഹാബിറ്റ്, പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും.